മുംബൈയിലെ മലയാളി സമൂഹത്തിന്റെ കലാ സാംസ്കാരിക രംഗത്ത് പുതിയൊരു അധ്യായത്തിന് തുടക്കമാകുന്നു. ശ്രീനാരായണ മന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ കലാക്ഷേത്രം എന്ന പുതിയ കലാപഠനവേദിക്ക് തിരിതെളിഞ്ഞു. കല വെറും വിനോദമല്ല, ജീവിതത്തെ തൊട്ടുണർത്തുന്ന സർഗാത്മകത കൂടിയാണെന്ന സന്ദേശമാണ് കലാക്ഷേത്രം പകരുന്നത്. കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കലയുടെ വിശാലമായ ലോകത്തേക്ക് കടന്നു ചെല്ലാനും തങ്ങളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കാനും അവസരമൊരുക്കുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. കലയും സംസ്കാരവും പുതിയ തലമുറയിലേക്ക് പകരാൻ മുംബൈയിൽ പുതിയൊരു വേദി. ശ്രീനാരായണ മന്ദിര സമിതിയുടെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ കലാക്ഷേത്രം എന്ന സംരംഭത്തിന് തുടക്കമായത്. ശ്രീനാരായണ ഗുരുദേവന്റെ മാനവികത, സമത്വം, സാഹോദര്യം, സാംസ്കാരിക ദർശനം എന്നിവ അടിസ്ഥാനമാക്കി കലകളെ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രീയവും ചിട്ടയുമായ കലാപഠനത്തിന് അവസരമൊരുക്കുകയുമാണ് കലാക്ഷേത്രത്തിന്റെ ലക്ഷ്യം. ബ്രാഹ്മണ പെൺകുട്ടികളുടെ വിവാഹ കമ്പോളത്തിൽ പോലും അത്രയധികം വാല്യൂ കൊടുക്കുന്ന ഒരു കലാരൂപമായി ഭരതനാട്യം മാറിയപ്പോഴും മോഹിനിയാട്ടം എവിടെയും എത്താതെ, അതായത് മോഹിനിയാട്ടം ചെയ്യുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ചൂലെടുത്തടിക്കുകയും തിളച്ച വെള്ളം കോരി ഒഴിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം മോഹിനിയാട്ടം അറിയാമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിരുന്നു. അഴിഞ്ഞാട്ടക്കാരികൾ, പുരുഷന്മാരെ വശീകരിക്കാൻ നടക്കുന്ന സ്ത്രീകൾ എന്നൊക്കെ രീതിയിലാണ് മോഹിനിയാട്ടം പഠിച്ചിരുന്ന സ്ത്രീകളെ പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ആദ്യഘട്ടമായി സംഘടിപ്പിക്കുന്ന കലാശില്പശാലയിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കർണാടക സംഗീതം, വെസ്റ്റേൺ വോക്കൽ, വയലിൻ, കീബോർഡ് എന്നീ വിഭാഗങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. പരിചയസമ്പന്നരായ കലാകാരന്മാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് പരിശീലനം. കലയുടെ സാങ്കേതിക വശങ്ങൾക്കൊപ്പം അവതരണ ശൈലി, ആത്മവിശ്വാസം, അച്ചടക്കം, സർഗാത്മകത എന്നിവ വളർത്താനും ശില്പശാല ലക്ഷ്യമിടുന്നു. വികസനത്തിന്റെയും സാമൂഹ്യ ഐക്യത്തിന്റെയും സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിന്റെയും പ്രധാന മാധ്യമമാണെന്ന ആശയമാണ് കലാക്ഷേത്രം എന്ന സംരംഭത്തിന് പിന്നിലെന്ന് പ്രസിഡന്റ് M.I. ദാമോദരൻ വ്യക്തമാക്കി. ഒരു സ്വപ്ന പദ്ധതി എന്ന രീതിയിലാണ് ഞങ്ങളുടെ ഈ ഒരു ശ്രീനാരായണ കലാക്ഷേത്രത്തിന്റെ ഇന്നൊരു ഓഡിയേഷൻ ഇവിടെ നടത്തുന്നത്. മന്ദിരസമിതിയുടെ സ്വപ്ന പദ്ധതിയാണ് കലാക്ഷേത്രമെന്നും M.I. കൂട്ടിച്ചേർത്തു. നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോംബെ നഗരത്തിലുള്ള അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിലൊക്കെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ സോഷ്യലി ബൈക്കോട്ടഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മുന്നോട്ട് വന്നിട്ട് കലയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വിവിധതരം കല അഭ്യസിപ്പിക്കുന്ന സ്കൂൾ ഞങ്ങൾ നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ പങ്കുചേർന്ന് അവരെ മുന്നിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ. മുംബൈയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള കലാപ്രതിഭകൾക്ക് വേദിയൊരുക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയിലെ കലാകാരന്മാരെ കണ്ടെത്തി പരിശീലനം നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് കലാക്ഷേത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മാനവിക സന്ദേശം കലയുടെ ഭാഷയിലൂടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും കലാക്ഷേത്രം ലക്ഷ്യമിടുന്നു. രത്നത്തിലമ്പു അമ്മതൽ മെയ്ജാറിനിൽ പോനെ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകി വരുന്ന പ്രാധാന്യത്തിനോടൊപ്പം സാംസ്കാരിക മേഖലയിലും ശക്തമായ ഇടപെടലുകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കലാക്ഷേത്രത്തിന് രൂപം നൽകിയതെന്ന് മന്ദിരസമിതി ജനറൽ സെക്രട്ടറി OK പ്രസാദ് പറഞ്ഞു. ശ്രീനാരായണ മന്ദിര സമിതി എഡ്യൂക്കേഷൻ ഫീൽഡിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉദ്ദേശങ്ങൾ ശ്രീനാരായണ മന്ദിര സമിതിയുടെ സ്പിരിച്വൽ ആസ്പെക്ട്സിലും അതോടൊപ്പം തന്നെ നമ്മൾ സാംസ്കാരികത്തിലും വളരെയധികം ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരു കലാക്ഷേത്ര എന്നുള്ള ആർട്ട് ഡിപ്പാർട്ട്മെന്റ് സമിതിയിൽ തുടങ്ങുന്നത്. ആദ്യ ശില്പശാലയ്ക്ക് പിന്നാലെ സ്ഥിരമായ പരിശീലന ക്ലാസുകൾ, വിവിധ വിഷയങ്ങളിലുള്ള വർക്ക്ഷോപ്പുകൾ, കലാപരിപാടികൾ, പ്രഭാഷണങ്ങൾ, കലാകാരന്മാരുമായുള്ള സംവാദങ്ങൾ, വിദ്യാർത്ഥികളുടെ കലാവതരണങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട്. കലാരംഗത്ത് കഴിവും താല്പര്യവുമുള്ള പുതിയ തലമുറയ്ക്ക് മികച്ച പരിശീലനവും അവസരങ്ങളും ഒരുക്കുകയാണ് കലാക്ഷേത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കലയും സംസ്കാരവും സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ വേദിയായി കലാക്ഷേത്രം മാറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഇൻവെസ്റ്റിഗേഷൻ കാണാൻ മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും. 50 मीटर पेरीफेरी में स्कूल के HFSS फूड अलाउड नहीं है, वो प्रोहिबिटेड है. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.
രുചിയുടെ രാജകീയ ലോകം. Royal Restaurant. Seagull International, empowering dreams, building futures, connecting India to the world.